നാവൊന്ന് പിഴച്ച നിന്റെ അച്ഛൻ ജയിലില്ല. അയാളെ ജയിലിൽ കിടത്താത്തതിന്റെ വേദനയുണ്ടല്ലോ, അതെന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതിന് ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ നിനക്ക് നോവണം. അല്ലെങ്കിലും നിന്റെ അമ്മയും മഹിയൊക്കെ അടുക്കളയിൽ കയറുമ്പോൾ അവരെ സഹായിക്കാതെ മാറി നിൽക്കാൻ നിനക്കെന്താ കൊമ്പുണ്ടോ? എനിക്കിതൊന്നും അറിയാത്ത പണിയാ. എന്നിട്ട് ഇപ്പൊ ഈ ചായ ഇട്ടതോ? അതും ലക്ഷ്മി പറഞ്ഞു തന്നത്. ആണല്ലോ. അങ്ങനെ ഇനി എല്ലാം അയാൾ പറഞ്ഞു തരും. നീ ഓരോന്നും കേട്ട് മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ ആരുടെയും സഹായമില്ലാതെ നീ ഓരോന്ന് ചെയ്യണം. മഹിയെ അടുക്കളക്കാരിയാക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനുമല്ലേ നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അങ്ങനെയുള്ള അവർ കാണട്ടെ ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന നിന്നെ. നിക്ക്. ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായല്ലോ. എപ്പോഴെങ്കിലും നീ വാല് പൊക്കിയ നിന്റെ അച്ഛൻ ജയിലിലാവൂന്ന് മാത്രമല്ല, ആ നിമിഷം നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയുണ്ടല്ലോ, അത് നിനക്ക് അഴിച്ചു മാറ്റേണ്ടി വരും. പിന്നെ കോടതി കയറുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ കേസ് പറഞ്ഞ് മടുക്കൂന്ന് മാത്രമല്ല വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് എനിക്ക് തരേണ്ടിയും വരും. 20 വർഷം മുമ്പ് നടന്ന ആക്സിഡന്റാ. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കണക്ക് കോടതി ആരായും. എന്നിട്ടേ മുതലും പലിശയും സഹിതം കോടികള് നിന്റെ അച്ഛൻ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. പണം എനിക്കൊരു പ്രശ്നമല്ല. എന്റെ അച്ഛന് മുകളിലല്ല പണവും പത്രാസും ഒന്നും. എങ്കിലും എന്റെ അച്ഛനെ കൊന്നവൻ പാപ്പരാവുന്നത് കാണാൻ, അവൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ഒരു സുഖം. അതിലേക്ക് എന്നെ നയിക്കരുത്. കണ്ണേട്ടനെ ലക്ഷ്മിയും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അനുസരിച്ചോളാം. അനുസരിച്ചേ പറ്റൂ. നിന്റെ അച്ഛനെയും മുത്തശ്ശിയും കണ്ടിട്ടാ നീ ഇത്രയും നെകളിക്കുന്നേ. അതൊക്കെ ഒരു കേസ് കൊണ്ട് അവസാനിക്കുന്ന ഞാൻ പറഞ്ഞത്. നിന്നെ നിലനിർത്തുന്നവര്, നിന്റെ സകല തെറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്നവര് കാലണയ്ക്ക് ഗതിയില്ലാതായ നിനക്ക് പിന്നെ ഈ വീട്ടിലെ പണി മാത്രമല്ല അന്യന്റെ പാത്രവും കഴുകേണ്ടി വരും. എച്ചിൽ പാത്രം. അതുകൂടെ മനസ്സിൽ വെച്ചോ. ചായ ചായ. എന്താ എന്താ അത് കാണാൻ വയ്യേ? നീ എന്താ ഈ ചായ കേട്ട്? എനിക്ക് ചായ ആയിട്ട് വന്നൂടെ? ഞാനിട്ട ചായ പിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആണോ കൊണ്ടുവന്ന് തരേണ്ടത്? എന്താ പറഞ്ഞേ? ഞാനിട്ട ചായയാണെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കിത് എന്തു പറ്റി? ഇതങ്ങോട്ട് കുടിക്ക്, എന്നിട്ട് പറ്റിയതൊക്കെ ഞാൻ പറയാം. ഇത് കുടിക്കാമോ? കുടിക്കാൻ വേണ്ടി കളഞ്ഞേക്ക്. എനിക്ക് നിർബന്ധമൊന്നുമില്ല കുടിക്കണമെന്ന്. ചൂടാവലിന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ചായ ഉണ്ടാക്കി കൊടുത്തതും പോരാ, എന്നിട്ട് കുടിക്കാവോ ഒന്ന്? തരക്കേടില്ലല്ലോ. എന്നാലും കൊള്ളാന്ന് പറയരുത്. ശരിക്കും കൊള്ളാം. കടുപ്പോ മധുരമെല്ലാം പാകത്തിനുണ്ട്. ഇത് നീ തന്നെ ഇട്ടതാണോ? അല്ല, നിങ്ങളുടെ മരിച്ചുപോയ മുത്തശ്ശിയെ വിളിച്ചിടിയിച്ചതാ. നിനക്കിത് എന്താ കരുണ പറ്റിയത്? നിങ്ങൾക്കോ ജോലിയും കൂലിയും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാന്ന് വിചാരിക്ക. നിനക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന് തക്കതായൊരു കാരണം കാണുമല്ലോ. ഇനി കാരണത്തിന്റെ പിന്നാലെ നിങ്ങൾ നടക്കണ്ട.